സാറിലേക്ക് വീണ്ടും എത്തുകയാണ്. ജിജീഷ്, ഈ നമ്മൾ ശബ്ദ സന്ദേശം കേൾപ്പിച്ച അതേ പരാതിക്കാരെയാണ് നമ്മളോടൊപ്പം വിശദമായി പ്രതികരിച്ചത്. അവർ ഉന്നയിച്ച മറ്റൊരു ഗുരുതര ആരോപണം, ഇവർ നിരന്തരം പരാതിപ്പെട്ടിട്ട് പോലീസിൽ നിന്ന് തണുത്ത പ്രതികരണം ഇപ്പോഴും, അല്ലെങ്കിൽ ആ ഭീഷണിയൊക്കെ അതിന്മേലുള്ള അന്വേഷണം എന്തായി എന്ന് ഇവരോട് വിശദീകരിക്കാൻ ഒരാളും ഇതുവരെയായി തയ്യാറായില്ല എന്നതുകൂടിയാണ്. അനു, തീർച്ചയായും വളരെ വിശദമായി തന്നെയാണ് അവർ ജനൻ ടിവിയോട് പ്രതികരിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വരുന്നു. അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ പറയാനും ചങ്കൂറ്റത്തോടെ അക്കാര്യത്തിൽ പ്രതികരിക്കാനും സംസാരിക്കാനും എല്ലാം തയ്യാറാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിൽ യുവതി ഏറ്റവും വെളിപ്പെടുത്തലുകൾ നമുക്ക് മുന്നിൽ നിരവധി ആളുകൾ ഇരകൾ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഇവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ ലക്ഷോർ ആശുപത്രിയുടെ പേര് പറയുന്നുണ്ട്. അതിന് ചോദിക്കുമ്പോൾ അത് പറയാൻ തനിക്ക് എന്തിനാണ് മടിക്കുന്നത്, എന്തിനാണ് ഭയക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ പേര് പറയുന്നത്. ലക്ഷോർ ആശുപത്രിയിൽ നിന്നാണ് തന്നെ പിരിച്ചുവിട്ടത് എന്ന് പറയുന്നു. അതിലെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ഉദ്യോഗസ്ഥന്റെയും പേരുകൾ എടുത്തുകൊണ്ട് പറയുന്നുണ്ട്. HR വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ അടക്കം പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ പറയുകയും ചെയ്യുന്നത്. അവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഏജന്റുമാർക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ദാതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ദാതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവയെ കൊണ്ട് ഒരു പരാതി എഴുതി വാങ്ങുന്നു. ആ യുവതി തന്നെ ആ സംഭാഷണത്തിൽ ഉടനീളം പറയുന്നു, നമ്മളോട് പ്രതികരിച്ചപ്പോഴും പറയുന്നുണ്ട്, അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തതെന്നത് കാര്യം പോലും അവർക്ക് കൃത്യമായി അറിയില്ല. ഈ പരാതി കൊടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയുന്നില്ല കൃത്യമായി അവർ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവരുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല. പകരം ഈ ഏജന്റും ആശുപത്രി അധികൃതരും എല്ലാം തന്നെ ചേർന്ന് ഒരു പരാതി എഴുതി തയ്യാറാക്കുന്നു. ആ പരാതിയിൽ അവർ പറയുന്ന സ്ഥലങ്ങളിൽ ഒപ്പിട്ട് നൽകുന്നു. അങ്ങനെ ഒരു ദാതാവ് നൽകാൻ പരാതി നൽകിയതിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കർശനമായ നടപടിയിലേക്ക് കടക്കുന്നു. അവരെ പിരിച്ചുവിട്ടുകൊണ്ട് ആ ഒരു അധ്യായം അവിടെ അവസാനിപ്പിക്കുന്നു. സ്വാഭാവികമായി ആ യുവതി അവിടെ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഈ ഏജന്റുമാർക്കെതിരെ വിരൽ ചൂണ്ടി എന്നതാണ്. കാരണം ഇത്തരത്തിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നു, അവയവ കച്ചവടത്തിന്റെ കണ്ണികളാക്കി തങ്ങളെയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നു. അത് പറ്റില്ല എന്നും അത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും വ്യക്തമാക്കുകയായിരുന്നു അവർ ചെയ്തത്. അങ്ങനെയുള്ള ആളെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാകുന്നു, ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെല്ലാം തന്നെ ഈ ഏജന്റുമാരെ പിന്തുണക്കുന്നവരാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും അവിടെ സംശയങ്ങൾ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ ജീവനക്കാർ ഈ ഏജന്റുമാരുമായി എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടാക്കുന്നത്, അവർക്ക് അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം എന്താണ്. ഒരു ആശുപത്രിയിൽ ഒരു രോഗി അഡ്മിറ്റ് ആകുമ്പോൾ കരൾ മാറ്റമോ ഒപ്പം തന്നെ വൃക്കമാറ്റമോ ആവശ്യമായ ഒരു രോഗി അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ എങ്ങനെയാണ് അതിവേഗം ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഏജന്റിലേക്ക് എത്തുന്നത്. ആ ഏജന്റ് എങ്ങനെയാണ് കൃത്യമായി തന്നെ ഈ ദാതാക്കളെ, അല്ലെങ്കിൽ സാധാരണക്കാരായ നിർധനരായ ഒപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വീടും വസ്തുക്കളും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന അവസ്ഥയിലുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ നഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ പാതി വഴിയിൽ നിൽക്കുന്ന ആളുകൾ, അവരെ എങ്ങനെയാണ് കൃത്യമായി കണ്ടെത്തുന്നത്? അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടികൾ തന്നെയാണ് ഇവിടെ ഈ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതി നൽകിയിരിക്കുന്ന ഈ ശബ്ദ സംഭാഷണത്തിലുള്ളത്. ആ സംഭാഷണത്തിൽ ഏതാണ്ട് ഏറെ നേരം തുടർച്ചയായി തന്നെ അവർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, വിശദമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ ഒരു മാനസികാവസ്ഥ ആ ഒരു സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഇത്തരത്തിൽ പ്രതികരിച്ചതിന്റെ പേരിൽ, ഏജന്റുമാർക്കെതിരെ ശക്തമായി നിലകൊണ്ടതിന്റെ പേരിലാണ് അവർക്ക് ജോലി നഷ്ടപ്പെടുന്നത്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് അവർ കാര്യങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നത്. ആ സംഭാഷണത്തിൽ ഉടനീളം തന്നെ, ആ ശബ്ദ സംഭാഷണത്തിൽ ഉടനീളം തന്നെ അതിന് പിന്നിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അത് പോലീസ് സ്റ്റേഷനിലടക്കം, അനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകി. ഏറെ നാൾ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഏറെ നാൾ കാത്തിരുന്നു മാത്രമാണ് അക്കാര്യത്തിൽ നടപടികൾ എന്തെങ്കിലും ചെറിയ തോതിൽ വിരലനയ്ക്കാൻ പോലും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. ആരെല്ലാമാണ് ഇത്തരത്തിൽ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത്, തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ കൃത്യമായി തന്നെ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.